ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ നോട്ട് ബുക്കിൻ്റെ പേജുകൾ കൊണ്ട് കിടിലൻ ഫ്ലവറുകൾ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ എഴുതി തീർന്ന ബുക്കിൻ്റെ പേജുകളാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുപോലെ ഓരോ പേജും ഇളക്കിയെടുത്തതിന് ശേഷം ക്രയോൺ കൊണ്ട് ഇത് ഫുള്ളും കവർ ചെയ്തുകൊണ്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഫുള്ളും അടിച്ചതിന് ശേഷം മറു സൈഡും കൂടി ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ 2 പേപ്പറാണ് വേണ്ടത്. അപ്പോൾ 2 പേപ്പറും ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പേപ്പറും ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് തന്നെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 2 പേപ്പറും കട്ട് ചെയ്തെടുക്കുമ്പോൾ 4 പീസായിട്ട് കിട്ടും. ഇനി കട്ട് ചെയ്തെടുത്ത ഒരു പീസ് പേപ്പർ എടുത്തതിന് ശേഷം 2ആയി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കോൺ ഷേപ്പിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ബാലൻസ് നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് കറക്റ്റ് ഫ്ലവറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പെൻസിലോ പെന്നോ ഉപയോഗിച്ച് റായുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ നിവർത്തി കൊടുക്കാം. കണ്ടോ, ഫ്ലവറിൻ്റെ ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പേപ്പർ പീസുകളും ഫ്ലവറിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒന്നും കൂടി കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാ പേപ്പറിൽ നിന്നും ഫ്ലവറുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഇതൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഫ്ലവറിൽ നിന്ന് 2 ഇതൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. പിന്നെ 3 എണ്ണം, അങ്ങനെ 4 ഇതൾ വരെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. 4 ഫ്ലവറുകളല്ലേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഇതൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലവറുകളുടെ സെൻറ്ററിൽ ഒരു സൂചി ഉപയോഗിച്ച് ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലവറിൽ നിന്ന് ഇതളുകൾ കട്ട് ചെയ്തെടുത്ത ആ ഓപ്പൺ പോർഷൻ്റെ ഒരു സൈഡിലെ ഫ്ലവറിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മറു സൈഡിലെ ഫ്ലവറിൻ്റെ ഇതള് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? രണ്ടും കൂടി ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാമേ. ഒരു ഇതൾ മാത്രമുള്ളതിന് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഈർക്കിലെടുത്തതിന് ശേഷം ആ ഒരു ഇതൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ഈർക്കിലിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ഇതൾ മാത്രമുള്ളത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയറായിട്ട് 3 ഇതളുണ്ടല്ലോ, ആ ഇതൾ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അതിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, അതുകൊണ്ട് ഈസി ആയിട്ട് ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഗ്ലൂവും കൂടി അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്ത എല്ലാ ഫ്ലവറിൻ്റെ ഹോളിൽ കൂടിയും ഇറുക്കിൽ ഇറക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം, നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ ഇതളുകളും ഇതുപോലെ ഈർക്കിലിൽ ഇറക്കി വെച്ച് കൊടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി ചീത്തയായി കളയാൻ വെച്ചിരുന്ന പഴയ ഒരു ഫ്ലവറിലിരുന്ന ലീഫ് എടുത്ത് ഇതുപോലെ ഇറുക്കിലിൽ കയറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബുക്ക് പേപ്പറിൽ തന്നെ ഗ്രീൻ കളർ ക്രയോൺ കൊണ്ട് കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്ത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതിയേ. അല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ ലീഫിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. ഇനി ഈ ഫ്ലവറിൻ്റെ ഇതളുകളെല്ലാം കറക്റ്റ് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ സൂപ്പറായിട്ടില്ലേ? ഇനി നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള പേപ്പർ കൊണ്ട് ഫ്ലവറിന് ക്യൂട്ടായിട്ടുള്ള മൊട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാം. ബാലൻസ് ഉള്ള പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് തന്നെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ഈർക്കിലി എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോ ഇതളും
ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഇതൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത ഇതൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ ഇതളുകളും ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ ഫ്ലവറിൻ്റെ ഇതളുകളും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന പേപ്പറുകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ലീഫും കൂടി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള മൊട്ട് റെഡി ആയിട്ടുണ്ട്. ഈ മുട്ടിനെ കൈകൊണ്ട് ഒന്നും കൂടി ലെവലാക്കി കൊടുക്കണം. ഞാൻ ഇതുപോലെ 3 ഫ്ലവറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഈ കളറല്ല ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഓറഞ്ച് കളറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒരു ഫ്ലവർ വൈസിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മഷി തീർന്ന പെന്ന് ഉപയോഗിച്ച് ചെയ്തെടുത്ത ഫ്ലവർ വൈസിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. പഠിക്കുന്ന മക്കളുള്ള വീടുകളിൽ ഇതുപോലത്തെ എഴുതി തീർന്ന നോട്ട് ബുക്കുകൾ ഒരുപാട് കാണുമല്ലോ. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.